കണ്ടിന്യൂ ടു അഡ്മിനിസ്റ്റർ ദ നെക്സ്റ്റ് ഡോസ്. ഇത് കൊടുത്ത് പ്രശ്നം ഉണ്ടായി എന്നിട്ടും പറയാണ് ശരി അതൊന്നും വേണ്ട, നിങ്ങൾ അടുത്ത ഡ്രഗ് കൊടുത്തോ. ആൻഡ് ഇൻഫോം ദ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. നേരെ ഡയറക്ടർ ഓഫ് നഴ്സിംഗിലേക്കാണ് പോയിരിക്കുന്നത് ഓപ്ഷനിൽ. അപ്പോൾ ഇവിടെ എസ്കലേഷൻ പോളിസി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാൻഡ് 6 അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് ടൈപ്പ് ഓഫ് HPV ഇവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്സ് വരുന്നത് കേട്ടോ. നമ്മുടെ ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓർഡർ എടുക്കുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, ആൻഡ് രണ്ടുപേരും കൊടുത്തതായിട്ട് റെക്കോർഡ് ചെയ്യുക. അത് പറയാൻ പറ്റും നമുക്ക്, അതൊരു പ്രോപ്പർ മാൽ പ്രാക്ടീസാണ്. ആളില്ലാത്തടുത്ത് ആ ഒരു കളേർഡ് ചാർട്ടാണ്. അത് തന്നെയാണ് നിങ്ങളുടെ OSCE എക്സാംസിന് നിങ്ങൾക്ക് മെയിനായിട്ട് അസസ്മെൻറ്റിലും ഇംപ്ലിമെൻറ്റേഷനിലും പ്ലാനിങ്ങിലും ഇവാലുവേഷനിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പേഷ്യൻ്റെ വൈറ്റൽസും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെയും ഫാമിലിനെയും അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി ഓഫ് കാൻഡറാണ്. UK തന്നെ സീനിയർ കെയറേഴ്സ് ഒരുപാട് പേര് അവരുടെ ടൈമിനനുസരിച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരത്രയും തന്നെ നമ്മുടെ MNC അക്കാഡമിയുടെ ക്ലാസ്സസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് പേര് അവരുടെ പിൻ നമ്പറിൽ വരെ എത്താനായിട്ടുള്ള ഒരു ജേർണി നമ്മുടെ MNC അക്കാഡമി അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും. പക്ഷേ അതിനെല്ലാം മുന്നേ തന്നെ നമ്മൾ ഡ്രഗ് ചാർട്ടിൽ ആ ഒരു ഒമിഷൻ്റെ റീസൺ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്താണെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ ഇന്ന് നമ്മൾ CBT വിത്ത് MNC അക്കാഡമിയുടെ യെറ്റ് അനദർ സീരീസാണ്. CBT ക്വസ്റ്റ്യൻസിൻ്റെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു 6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സെൽഫ് പ്രിപ്പയറിംഗ് ആണ്, CBT എക്സാം നിങ്ങൾക്ക് വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്കമിങ് എക്സാംസിന് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ഈ 6 ക്വസ്റ്റ്യൻസിൽ 4 നമ്മുടെ MNC അക്കാഡമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സെനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിയേഴ്സൺ വ്യൂ എന്ന് എപ്പോഴും വളരെ കോമൺ ആയിട്ട് CBT എക്സാംസിന് വരുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടിയാണ്. എങ്ങനെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് തിയറി കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ നമ്പർ 177 നിങ്ങൾ കാണാം. ഞാൻ പറഞ്ഞ പോലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ അപ്കമിങ് സീരീസിൽ CBTയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി വരുന്ന വീഡിയോസിനകത്തും ഒരുപാട് ഇതേപോലെ റിപ്പീറ്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലെ 6 ക്വസ്റ്റ്യൻസ് വീതം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് Glenn has a life-threatening illness and asks for information on end of life. The nurse is not comfortable discussing this but would like to learn how do they respond. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഗ്ലെന്നിന് ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എൻഡ് ഓഫ് ലൈഫിനെ പറ്റിയിട്ട് ഇവിടെ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ തിയറി സെഷൻസിൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഈ ഒരു എൻഡ് ഓഫ് ലൈഫിനെ പറ്റിയിട്ട് പേഷ്യൻ്റ് കൺസേൺ ആണ്, പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ നേഴ്സിന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ അറിയില്ല. അങ്ങനെ ഇരിക്കെ ആ നേഴ്സിന് അറിയണം എന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പേഷ്യൻ്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നേഴ്സിൻ്റെ സിറ്റുവേഷനിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതൊരു കറക്റ്റ് ആൻസർ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. പേഷ്യൻ്റ് ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്സിലാണ്, അവർക്ക് എൻഡ് ഓഫ് ലൈഫ് കെയറിനെ പറ്റി കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അറിയണം. പക്ഷേ ഇത് ചോദിക്കുന്ന നേഴ്സ് അല്ലെങ്കിൽ നിൽക്കുന്ന നേഴ്സിന് ഈ കാര്യങ്ങളെപ്പറ്റി അറിയില്ല. പക്ഷേ അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയണം. അപ്പോൾ അവരുടെ ആൻസർ അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ അടുത്തുള്ള റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുക, റൈറ്റ് ആൻസർ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ആ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്താണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പറയാണ് tell the patient they would like to ask a colleague to do this and ask if they too can be present. Okay, രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ പറയാണ് tell the patient about end of life and provide information to discuss their feelings with the ward manager later. Okay, മൂന്നാമത്തെ ഓപ്ഷനിൽ പറയാണ് tell the patient that the ward manager must be informed, they can decide whether to give the information. Okay, ഡി ഓപ്ഷനിൽ അല്ലെങ്കിൽ നാലാമത്തിൽ പറയാണ് tell the patient this is really the job of the senior nurse and they will let the senior nurse know about the request എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷനായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട് ഇന്നത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നേഴ്സിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ആ ഒരു പിക്ചർ വെച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എയിൽ പറയുന്നുണ്ട് പേഷ്യൻ്റെ അടുത്ത് പറയുക they would like to ask, അതായത് നേഴ്സ് would like to ask a colleague to do this. അവരുടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ അവരുടെ ഒരു നേഴ്സിംഗ് ഫ്രണ്ടിനോട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നൊരു സംഭവം. ആൻഡ് അതിനോടൊപ്പം തന്നെ ഡു ദിസ് ആൻഡ് ആസ് ഇഫ് ദേ ടു ക്യാൻ ബി പ്രസൻറ്റ്. ഓക്കെ,
അതിനോടൊപ്പം ആ ഒരു കൊളീഗ് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കൊളീഗ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നഴ്സും കൂടി പ്രസന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കാം എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ എന്താ, ടെൽ ദ പേഷ്യൻ്റ് അബൌട്ട് എൻഡ് ഓഫ് ലൈഫ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. അവർക്ക് ഓൾറെഡി ഇൻഫർമേഷൻ അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു, കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇല്ലേ. ഇപ്പോൾ ബിയിൽ പറയുന്നത് എന്താ, ടെൽ ദ പേഷ്യൻ്റ് അബൌട്ട് എൻഡ് ഓഫ് ലൈഫ്. അങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായിച്ചു നോക്കിയേ, ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഡിസ്കസ് ദ ഫീലിംഗ്സ് വിത്ത് ദ വാർഡ് മാനേജർ ലേറ്റർ. അപ്പോൾ ഓൾറെഡി ഇൻഫർമേഷൻ ഡിസ്കസ് ചെയ്യാനുള്ള കംഫർട്ടബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസിലി ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എന്തായാലും. ഓക്കെ, ദെൻ സിയിലോട്ട് വരികയാണെങ്കിൽ, ടെൽ ദ പേഷ്യൻ്റ് ദാറ്റ് ദ വാർഡ് മാനേജർ മസ്റ്റ് ബി ഇൻഫോം, ദേ ക്യാൻ ഡിസൈഡ് വെദർ ടു ഗീവ് ദ ഇൻഫർമേഷൻ. വാർഡ് മാനേജറിനെ ഇൻഫോം ചെയ്യുക എന്നതിന് ശേഷം അവർക്ക് ഡിസൈഡ് ചെയ്യാം ഇത് പറയണമോ വേണ്ടയോ, വെദർ ടു ഗീവ് ദ ഇൻഫർമേഷൻ എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. അപ്പം ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് അറിയിക്കണോ, കാര്യം ഇവർ കോൺഫിഡൻ്റ് അല്ല, അറിയിച്ചതിന് ശേഷം ഡിസൈഡ് ചെയ്താൽ മതി, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക അവിടെ അല്ലേ. ഇനി നാലാമത്തെ ഓപ്ഷനിലാണെങ്കിലോ, ടെൽ ദ പേഷ്യൻ്റ് ദാറ്റ് ദിസ് ഈസ് റിയലി ദ ജോബ് ഓഫ് ദ സീനിയർ കെയർ നഴ്സ്. ഒരു സീനിയർ ആയിട്ടുള്ള നേഴ്സിൻ്റെ ജോബാണിത് എന്ന് പേഷ്യൻ്റ് അടുത്ത് പറയാം. ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, ഇതൊരു സീനിയർ നേഴ്സാണ്, ആൻഡ് അവർ ആ സീനിയർ നേഴ്സിനെ അറിയിക്കുകയും ഈ ഒരു റിക്വസ്റ്റിനെ പറ്റിയിട്ട് പറയുകയും ചെയ്യും എന്നാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത് പേഷ്യൻ്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഈ ഒരു നാലാമത്തെ ഓപ്ഷൻ ഓരോ ഓപ്ഷനായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതെന്തായാലും ഉറപ്പായിട്ടും അല്ല. ബിക്കോസ് ഒരു നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, കൺഫ്രണ്ട് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ള കാര്യം. ആൻഡ് ഇവിടുത്തെ സിറ്റുവേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ നേഴ്സ് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് അല്ല അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മളത് മറ്റൊരാളുടെ പറഞ്ഞ് അവർ ഡിസൈഡ് ചെയ്ത് ഇത് വന്ന് പറയേണ്ട കാര്യങ്ങളോ സംഭവം ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനിൽ ടെൽ ദ പേഷ്യൻ്റ് ദാറ്റ് ദ വാർഡ് മാനേജർ മസ്റ്റ് ബി ഇൻഫോം. അവിടെ വാർഡ് മാനേജറിനെ അറിയിച്ച് അവർ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് മേക്ക് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് മാത്രമാണ്. അല്ലാതെ ഇത് നമ്മൾ വീണ്ടും ഒരു വാർഡ് മാനേജറിനെ എസ്കലേറ്റ് ചെയ്ത് അവർ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് അവർ കംഫർട്ടബിൾ അല്ല എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ബി ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എ ഓപ്ഷൻ മാത്രമാണ്. ദാറ്റ് ടെൽ ദ പേഷ്യൻ്റ് ദേ വുഡ് ലൈക്ക് ടു ആസ്ക് എ കൊളീഗ്. അതായത് അവർക്കത് അറിയില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അറിയാവുന്ന ഒരു കൊളീഗിനെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക പേഷ്യൻറ്റിന്. ഓക്കെ, അതിനോടൊപ്പം പേഷ്യൻ്റെ കൺസെൻറ്റ് ഇവർ എന്ത് ചെയ്യണം, ആ ഒരു നേഴ്സ് ചോദിക്കണം. അതായത് എൻ്റെ കൊളീഗ് ഇത് പറഞ്ഞു തരുന്ന സമയത്ത് ഞാനും കൂടി അതിനോടൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലും അതിൽ പ്രശ്നമുണ്ടോ, കാര്യം എന്താ സിറ്റുവേഷനിൽ പറയുന്നുണ്ട്, എന്താ ആ കൊളീഗിനും അല്ലെങ്കിൽ ആ നേഴ്സിനും വുഡ് ലൈക്ക് ടു ലേൺ ഹൗ ഡു ദേ റെസ്പോണ്ട് എന്ന് പഠിക്കണം എന്ന് ലേൺ ചെയ്യാനും ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്ലെൻ്റെ കേസ് വരുന്ന സമയത്ത് ഓപ്ഷൻ എ, അതായത് ടെൽ ദ പേഷ്യൻ്റ് ദേ വുഡ് ലൈക്ക് ടു ആസ്ക് എ കൊളീഗ് ടു ഡു ദിസ് ആൻഡ് ആസ്ക് ഇഫ് ദേ ടു ക്യാൻ ബി പ്രസൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും, നമ്മൾ സെനാരിയോ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചെയ്യുന്ന പരിചയമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾക്കത് പറയിപ്പിക്കാം, പറഞ്ഞു കൊടുക്കാം. അതിനോടൊപ്പം നിങ്ങൾക്കും അവിടെ പ്രസൻ്റ് ആവും. സോ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക അവിടെ എന്തായാലും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 168 എന്ന് പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വളരെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതും ഇതേപോലെ സെനാരിയോ ബേസ്ഡ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എപ്പോഴും സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് സെനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഫെയിലായി പോയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പോയി നിങ്ങൾ എഴുതി ഒരു അറ്റംപ്റ്റ് കളയരുത്. കാര്യം 3 ചാൻസ് ആണുള്ളത് CBTക്ക്. മൂന്നാമത്തെ ചാൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസ് സീക്കാം. നമ്മുടെ റെക്കോർഡ് സെഷൻസും 1-to-1 ക്ലാസ്സസും 12 ഡേയ്സിൻ്റെ ക്ലാസ്സുകളും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എന്തായാലും നഴ്സ് ഈസ് ടേക്കിംഗ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദ പേഷ്യൻറ്റ് ഫ്രം എ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ്. Doctor or prescriber. Protocol states that 2 nursing staff must check and confirm the prescription, but the colleague is on a break and the nurse is alone. What action does the nurse take? Choose the right answer. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ, ഇവിടെ ഒരു വാർഡിൻ്റെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വാർഡിൽ വെച്ചിട്ട്
ഒരു നേഴ്സ് അവിടുത്തെ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാർഡിൽ അവിടുത്തെ തന്നെ കൺസേൺഡ് ഡോക്ടർ ഇല്ലാതെ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ വാർഡ്സിലോട്ടും പോകാനായിട്ട് ഒരു ഓൺ കോൾ സിസ്റ്റം പോലെ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് എന്നുള്ള രീതിയിൽ പല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ NHSലോ പല ഹോസ്പിറ്റൽസിലും കാണും. അത് പല രീതിയിലായിരിക്കും പേരുകൾ വരുന്നത്. അപ്പോൾ ഇതും അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹോസ്പിറ്റൽ നൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിലൊന്നും കേൾക്കാത്തൊരു വാക്കാണ് ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ എന്താ, രാത്രി ടൈമിൽ നൈറ്റ് ടൈമിൽ ഡോക്ടേഴ്സിൻ്റെ സർവീസ് 24 hours അവൈലബിൾ ആയിരിക്കും. നമ്മളൊരു ലോഗ് ജോബ് പോലെ നമ്മളൊരു ജോബ് ഇട്ട് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഈ ഒരു ടാസ്ക് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് മെഡിക്കേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് കാനലേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ലോഗ് ജോബ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് അത് അറ്റൻഡ് ചെയ്യുകയും അവർ കൺസേൺഡ് വാർഡിലോട്ട് പോവുകയും അത് അറ്റൻഡ് ചെയ്യുക, ആ നഴ്സിന് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷനിൽ എന്താ, നഴ്സിന് എന്താ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽ നൈറ്റ് അല്ലെങ്കിൽ ആ പ്രിസ്ക്രൈബർ അവിടെ വരുന്നു. ഓക്കെ, വരുന്ന സമയത്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡ്രഗ് ആയിരിക്കും, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും. പക്ഷേ പ്രിസ്ക്രൈബ് ചെയ്തെല്ലാം കൊടുത്തു. മെഡിസിൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 പേരുടെ ഡബിൾ ചെക്കാണ്. ഓക്കെ, ഡബിൾ ചെക്ക് വരുന്ന സമയത്ത് 2 രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ ലെജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റുള്ളൂ, ആൻഡ് മെഡിക്കേഷൻ നമുക്ക് സേഫ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓൾറെഡി പ്രിസ്ക്രിപ്ഷൻ കിട്ടി, പക്ഷേ ആ ഒരു കൂടെയുള്ളൊരു കൊളീഗ് എന്താ ബ്രേക്കിന് പോയിക്കുകയാണ്, ആൻഡ് ഇപ്പോൾ ഉള്ള ഒരൊറ്റ നേഴ്സ് ഒറ്റയ്ക്കുമാണ്. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും ആക്ഷൻ എന്നുള്ള സംഭവമാണ്, അല്ലെങ്കിൽ അവരെന്തായിരിക്കും ആ ഡോക്ടറിനോട് പറയുക, അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഓർഡർ എടുക്കുക, ടേക്ക് ദ ഓർഡർ, അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ കൊടുക്കുക, ആൻഡ് റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ആസ് 2 നഴ്സിംഗ് സ്റ്റാഫ് ആർ പ്രസൻറ്റ്. അപ്പം പറയുകയാണ് ഓർഡർ എടുക്കുക, മെഡിക്കേഷൻ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക 2 നഴ്സിംഗ് സ്റ്റാഫും പ്രസൻ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അപാകത ഉണ്ട് അതിനകത്ത് അല്ലേ. ദെൻ അടുത്ത ബി അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ആസ്ക് എ കെയർ അസിസ്റ്റൻറ്റ് ടു ചെക്ക് ദ ഡീറ്റെയിൽസ്. എല്ലാ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എല്ലാ വാർഡിലും അവരുടെ കൂടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് കാണും, സ്റ്റാഫ് നഴ്സ് കൂടാതെ തന്നെ. അപ്പോൾ പറയുകയാണ് എന്താ, കെയർ അസിസ്റ്റൻ്റ് അടുത്ത് ചോദിക്കുക ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പോസിബിൾ ആണോ, കെയർ അസിസ്റ്റൻറ്റ് ചോദിക്കാൻ പറ്റുമോ? Then മൂന്നാമത്തെ ഓപ്ഷനിൽ ടെൽ ദ പ്രിസ്ക്രൈബർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടേക്ക് ദ ഓർഡർ ആൻഡ് ആസ്ക് ദ പ്രിസ്ക്രൈബർ ടു വിസിറ്റ് അഗെയിൻ. ഇപ്പം എടുക്കാനേ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്, ഓർഡർ എടുക്കാനേ പറ്റില്ല, പ്രിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, ഇപ്പോൾ കൊളീഗ് എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് വീണ്ടും നിങ്ങൾ വന്നാൽ മതി പിന്നീട് എന്ന് പറയുകയാണ്. ഭയങ്കര റൂഡായിട്ടല്ലേ. അപ്പോൾ അതിലും എന്തോ ഒരു ഡൗട്ട് ഉണ്ട് നമുക്ക്. ദെൻ നാലാമത്തെ ഓപ്ഷനിൽ എന്താണ് പറയണേ, ടെൽ ദ പ്രിസ്ക്രൈബർ ദാറ്റ് യു വിൽ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ വെൻ എ കൊളീഗ് റിട്ടേൺ ഫോർ ദ പ്രോപ്പർ 2% ചെക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയണേ, പ്രിസ്ക്രൈബറിൻ്റെ നമ്മൾ പറയാണ് ഞാൻ മെഡിക്കേഷൻ കൊടുക്കും, എപ്പോൾ കൊളീഗ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള 2% ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ? നിങ്ങൾ 4 ഓപ്ഷൻസും കണ്ടു. സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ്, അല്ലെങ്കിൽ സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ, അല്ലെങ്കിൽ മെഡിസിൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സേഫ്റ്റി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സംഭവം, നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ 2 പേരുടെ ചെക്സ് വരുന്നില്ല അല്ലേ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നു, കൊടുക്കുന്നു, അത്രയുള്ള സംഭവം. പക്ഷേ ഇവിടുത്തെ NMCയുടെ കോഡ് ആൻഡ് കണ്ടക്റ്റ് അനുസരിച്ച് നമ്മൾ ഡ്രഗിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത്, അത് മെയിനായിട്ട് കൺട്രോൾ ഡ്രഗ് ആണെങ്കിലും ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും IM ആണെങ്കിലും സബ്ക്യൂട്ടേനിയസ് ആണെങ്കിലും അങ്ങനത്തെ എന്ത് ഇഞ്ചെക്റ്റബിൾസ് ആയിട്ടുള്ള ഡ്രഗ് ആണെങ്കിലും, കൺട്രോൾ ഡ്രഗിൽ വരുന്ന ഓറൽ ഫോംസ് ആണെങ്കിലും ഓറൽ സൊല്യൂഷൻസ് ആണെങ്കിൽ പോലും 2% ചെക്സ് തന്നെ ആയിരിക്കും. ഈവൻ IV ഫ്ലൂയിഡ് ആണെങ്കിൽ പോലും 2% ചെക്ക് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഒരു പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 2 രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സസ് അതിൻ്റെ ലെജിബിലിറ്റി ചെക്ക് ചെയ്യണം. പ്രോപ്പർ ഡോസ് ആണോ, പ്രോപ്പർ റൂട്ടാണോ എഴുതിയിരിക്കുന്നത്, പ്രോപ്പർ ടൈം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ, ഡോസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് വേയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ പ്രിസ്ക്രൈബിൻ്റെ സിഗ്നേച്ചർ ഉണ്ടോ, അലർജീസ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ, ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് റൈറ്റ് പേഷ്യൻ്റ് ആണോ എല്ലാം നോക്കി, മെഡിസിൻ്റെ എക്സ്പയറി കാര്യങ്ങളെല്ലാം നോക്കുക, അതിലെന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുക, അതിൻ്റെ ഡൈല്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇതെല്ലാം 2 പേര് ചേർന്ന് ചെക്ക് ചെയ്ത് 2 പേരുടെയും വിറ്റ്നസിൻ്റെയും അല്ലെങ്കിൽ ഗിവൺ ആയിട്ടുള്ള ആളുടെയും ചെക്ക് ചെയ്തിട്ട് ആളുടെയും സിഗ്നേച്ചർ ഇട്ട് കഴിയുമ്പോഴാണ് ഒരു സേഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവിടെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ തിയററ്റിക്കലി ഇതാണ് ഇവിടുത്തെ പോളിസി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. നമ്മൾ ഇവിടെ MNCയിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ മെൻറ്റേഴ്സും, നമ്മുടെ നാട്ടിലുള്ള മെൻറ്റേഴ്സ് ആവട്ടെ, UK മെൻറ്റേഴ്സ് ആവട്ടെ, എല്ലാവരെയും തന്നെ പ്രോപ്പർലി ഇവിടുത്തെ UK ബേസ്ഡ് സിസ്റ്റം തറവായിട്ട് പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ നമ്മളെ കുട്ടികൾക്ക് ക്ലാസ്സസ് ഡെലിവർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ക്ലിയർ ആയിട്ട്
ആ തിയറി അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക്. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് ഓരോ ഓപ്ഷനിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഓർഡറിൽ എന്താ പറയണേ, ഓർഡർ എടുക്കുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, ആൻഡ് രണ്ടുപേരും കൊടുത്തതായിട്ട് റെക്കോർഡ് ചെയ്യുക. അത് പറയാൻ പറ്റും നമുക്ക്, അതൊരു പ്രോപ്പർ മാൽ പ്രാക്ടീസ് ആണ്. ആളില്ലാത്തടുത്ത് നമ്മളെ മെഡിസിനോ അഡ്മിനിസ്റ്റർ ചെയ്ത് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് സൈൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആദ്യമേ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ പറയണേ, ആസ്ക് എ കെയർ അസിസ്റ്റന്റ്. ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. കെയർ അസിസ്റ്റന്റ് ഒരിക്കലും നമ്മൾ ഡ്രഗ്സോ കാര്യങ്ങളൊന്നും തന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഒബ്സർവേഷൻസ് എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്തായാലും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഒരിക്കലും അവരുമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് അവരൊരു NMC രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് അല്ല എന്തായാലും കേട്ടോ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ ടെൽ ദ പ്രിസ്ക്രൈബ് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ആണ്, ഇപ്പോൾ ഓർഡർ എടുക്കാൻ പറ്റില്ല, തിരിച്ച് വീണ്ടും വരിക എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ പറയില്ല എന്താണെങ്കിലും. കാര്യം അവർ ഓൾറെഡി വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ത് നമുക്ക് ചെയ്യാം, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാം, പ്രോപ്പർ ആൻസർ ആയിട്ട് അപ്പോൾ ഏതൊക്കെയാണ് വരിക, നമ്മുടെ ഓപ്ഷൻ ഡിയിൽ ടെൽ ദ പ്രിസ്ക്രൈബർ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും. എപ്പോൾ നമ്മുടെ കൊളീഗ് വന്നു കഴിഞ്ഞ് പ്രോപ്പറായിട്ട് 2% ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സേഫ് ടു അഡ്മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സേഫ്റ്റി ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിലായിട്ട് മാറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് സർജറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ ഈവൻ പഠിപ്പിച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും സെപ്സിസിൻ്റെ റിലേറ്റഡ് ആണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരുപാട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് പേഷ്യൻ്റ് ഇസ് പൈറക്സിയൽ പോസ്റ്റ് സർജറി. ഓക്കെ, പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ ആണ് പേഷ്യൻറ്റിന് പോസ്റ്റ് സർജറിക്ക് ശേഷം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബെസ്റ്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. താഴെ പറയുന്നതിൽ ഒരു പ്രോപ്പർ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ കീ പോയിന്റ് ആണ് വാട്ട് ഈസ് ദ അല്ലെങ്കിൽ ഫോളോയിങ് ഈസ് എ ബെസ്റ്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്താണ്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ, എൻഷുർ എ തെർമോ ന്യൂട്രൽ എൻവയോൺമെന്റ്, ഒബ്സർവേഷൻസ് ആൻഡ് എസ്കലേഷൻ ആസ് പെർ നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. ഓക്കെ, അപ്പോൾ ഒരു തെർമോ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പൈറക്സിയൽ പോസ്റ്റ് സർജറി ആയിട്ടുള്ള പേഷ്യൻറ്റിന്, ഒബ്സർവേഷൻസ് നോക്കുക, എസ്കലേഷൻ എങ്ങനെ ചെയ്യണം ആസ് പെർ ന്യൂസ് 2 എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്, ഡയറക്റ്റ് ഫാൻ തെറാപ്പി വാൾസ് ദ പേഷ്യൻ്റ് ഇസ് ഹോട്ട് ആൻഡ് ടേക്ക് എ ഫുൾ ബ്ലഡ് കൗണ്ട് ടു ഡിറ്റർമൈൻ ദ കോർ ബോഡി ടെമ്പറേച്ചർ. ഡയറക്റ്റ് ആയിട്ടുള്ള ഫാൻ തെറാപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുക, പേഷ്യൻറ്റ് ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന സമയത്ത്, ആൻഡ് ടേക്ക് എ ഫുൾ ബ്ലഡ് കൗണ്ട് എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ടു ഡിറ്റർമൈൻ ദ കോർ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാം, അത് ഒരു രീതിയിലും സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നതേ ഇല്ല എന്തായാലും. കാര്യം ഫാൻ തെറാപ്പി കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പോസിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. ആൻഡ് കോർ ബോഡി ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് കൗണ്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രം മതി എന്തായാലും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാം എന്തായാലും കേട്ടോ. ദെൻ ഓൾവേസ് റിമൂവ്. ഇപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോ. ഓക്കെ, അപ്പോൾ ഓൾവേസ് റിമൂവ് ഓൾ ബ്ലാങ്കറ്റ്സ് ഈവൻ ഇഫ് ദ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ് ഫീലിംഗ് കോൾഡ് ഓർ ഹോട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് പേഷ്യൻറ്റ് കോൾഡ് ആണോ ഹോട്ട് ആണോ എന്ന് പറഞ്ഞാൽ പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ബ്ലാങ്കറ്റിലും എടുത്ത് മാറ്റുക. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് റൈറ്റിനെ തന്നെ നമ്മൾ മാറ്റുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം എന്തായാലും. ഓക്കെ, അത് പോയി. ഇനി അവസാനത്തെ ഓപ്ഷൻ എന്താ, ഡയറക്റ്റ് ഫാൻ തെറാപ്പി. വീണ്ടും വരികയാണ് ഫാൻ തെറാപ്പി, ടെപ്പിഡ് സ്പഞ്ചിങ്. ഇതെല്ലാം നമ്മൾ നാട്ടിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്, ഇവിടെയും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റിൽ ഈ ഒരു ടെപ്പിഡ് സ്പഞ്ചിങ് കാര്യങ്ങൾ നമ്മൾ പൈറക്സിയയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഫാൻ തെറാപ്പി ആൻഡ് ടെപ്പിഡ് സ്പഞ്ച് ആൻഡ് ഇൻഫോം ദ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. നേരെ ഡയറക്ടർ ഓഫ് നഴ്സിംഗിലേക്കാണ് പോയിരിക്കുന്നത് ഓപ്ഷനിൽ. അപ്പോൾ ഇവിടെ എസ്കലേഷൻ പോളിസി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാൻഡ് 6 അല്ലെങ്കിൽ നമ്മുടെ ലൈൻ മാനേജർ, ദെൻ നമ്മുടെ വാർഡ് മാനേജർ, അതിന് ശേഷമാണ് എസ്കലേഷൻസിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോകുക. ഒരിക്കലും നേരെ ഒരു ഡയറക്ടർ ഓഫ് നഴ്സിംഗിലോട്ട് നമ്മൾ പോകാറേ ഇല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഓപ്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ എ. അവിടെ ഈ ഒരു പേഷ്യൻ്റ് ഒരു തെർമോ ന്യൂട്രൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അവിടെ ഒബ്സർവേഷൻസ് പ്രോപ്പറായിട്ട് നോക്കുക, ആൻഡ് എസ്കലേഷൻ. അതായത് ഒബ്സർവേഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, പഠിപ്പിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ന്യൂസ് ചാർട്ട്. ഓക്കെ, നമ്മളിവിടെ UK നമ്മൾ വാർഡ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ ചാർട്ട്. ഇപ്പോൾ അതിനെ ന്യൂസ് 2 ചാർട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു ന്യൂസ് ടു ചാർട്ടിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ MNC പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആ ചാർട്ട് പ്രോപ്പറായിട്ട് നിങ്ങളെ കാണിക്കും ഇല്ലേ. ആ ഒരു കളേർഡ് ചാർട്ടാണ്, അത് തന്നെയാണ് നിങ്ങളുടെ OSCE എക്സാംസിന് നിങ്ങൾക്ക് മെയിനായിട്ട് അസസ്മെൻറ്റിലും ഇംപ്ലിമെൻറ്റേഷനിലും പ്ലാനിങ്ങിലും ഇവാലുവേഷനിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പേഷ്യൻ്റെ വൈറ്റൽസും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്നു. അതിലെന്താണ് ഓരോന്നിനും ഓരോ വൈറ്റൽസിനും റെസ്പിറേഷൻ ആവട്ടെ, ഹാർട്ട് റേറ്റ് ആവട്ടെ, ടെമ്പറേച്ചർ ആവട്ടെ, അല്ലെങ്കിൽ സാച്ചുറേഷൻ ആവട്ടെ, ബ്ലഡ് പ്രഷർ ആവട്ടെ, നിങ്ങൾക്ക് എന്താണ് സ്കോർ കിട്ടുന്നത്, ആ സ്കോറിൻ്റെ ടോട്ടൽ സ്കോർ അനുസരിച്ചാണ് നമ്മൾ എസ്കലേഷൻ പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഒരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന എവിഡൻസിനെ ബേസ് ചെയ്താണ് നമ്മുടെ പ്രാക്ടീസ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസറാണ് എന്തെന്ന് പറയുന്നത് എ. അപ്പോൾ ആൻസറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്താ ഓപ്ഷൻ എ, അല്ലെങ്കിൽ എൻഷ്യൂർ തെർമോന്യൂട്രൽ എൻവയോൺമെൻറ്റ്, ഒബ്സർവേഷൻസ്, എസ്കലേഷൻ ആസ് പെർ ന്യൂസ് 2 നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താ ന്യൂസ് 2. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഗൂഗിളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ഇല്ലേ. ഗൂഗിളിൽ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പല ഗ്രൂപ്പ്, ഈവൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ടൈം കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ മെൻറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് കുട്ടികൾ പല മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിലായിട്ട് അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ പലയിടത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ എവിടെ നിന്ന് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഏതിൽ തുടങ്ങും എന്നുള്ളൊരു കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. ആൻഡ് ഇതേപോലെ തന്നെ അതെല്ലാം വെച്ചിട്ട് അവരിപ്പോൾ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ മാക്സിമം തിരിച്ച് വീണ്ടും അഡ്മിഷനിലോട്ട് വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടി, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുകയാണ്. കാര്യം വളരെ ഈസി ആയിരുന്നു. നേരത്തെയൊക്കെ CBTയുടെ ക്ലാസ്സസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരില്ല, വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ തൊട്ട് വീണ്ടും കാര്യങ്ങളെല്ലാം ട്രയലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തിയറി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഇല്ല നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്ത് ഒരു തവണ അറ്റംപ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ധൈര്യമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പൊക്കോ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് അവിടെ നിങ്ങൾക്ക് പാർട്ട് എ കിട്ടി, പാർട്ട് ബി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു സെക്കൻഡ് ചാൻസിന് മുതിരെടുത്ത്, ഞാൻ പറഞ്ഞില്ല 3 അറ്റംപ്റ്റ് ആണ്, ആ സെക്കൻഡ് പാർട്ടിൻ്റെ ബി പാർട്ടിൻ്റെ മാത്രം ക്ലാസ്സസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ MNC തന്നെ ഇപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട് എങ്കിൽ ഈ 1-to-1 ക്ലാസ്സസിൻ്റെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് 24/7 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു പഠിക്കാം. നിങ്ങളുടെ ഇമെയിലോട്ട് ഞങ്ങൾ വീഡിയോസ് അയച്ചു തരും, ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ് അടക്കം ഓത്തൻറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും, തിയറി ബേസ്ഡ് ഉള്ള നോട്ട്സ് അടക്കം എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ആ വീഡിയോ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമ്മുടെ MNCയിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. A to Z അവർക്ക് 1-to-1 ആയിട്ട് എടുക്കുന്ന 12 ദിവസത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സമയമുള്ള പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടോ, ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോഴോ, ബ്രേക്കിനോ, വണ്ടിയിൽ പോകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം, കേൾക്കാം, പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ദിവസത്തെ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും, അവസാനത്തെ 11ാമത്തെയും 12ാമത്തെ ക്ലാസ്സിൽ ഏകദേശം 150 തൊട്ട് 200ഓളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട്, സെൽഫായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ റെക്കോർഡ് സെഷൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും വിജയമായിട്ടാണ്, സക്സസ്ഫുൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഫീഡ്ബാക്കാണ് നമുക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഇല്ല നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങൾ ക്ലിനിക്കൽ സൈഡിൽ നിങ്ങൾ മാറിയിട്ട് ഒരുപാട് നാളായി, അല്ലെങ്കിൽ അഡൾട്ടിൻ്റെ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരുപാട് നാളായി, നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല പഠിക്കാൻ പോലും, ഒരു 1-to-1 അറ്റൻഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ് എങ്കിൽ നമ്മുടെ 12 ഡേയ്സിൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമേ ഇല്ല. കാര്യം ആ 12 ദിവസത്തിൽ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു കരിക്കുലം ഉണ്ട്. ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബേസ് ചെയ്തിട്ടുള്ള തിയറി മെറ്റീരിയൽസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 1-to-1 മെൻറ്ററിനെ തന്നെ അലോക്കേറ്റ് ചെയ്യും. ആ 1-to-1 മെൻറ്റർ ഓരോ ദിവസം 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ക്ലാസ് എടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ഓഫ് ഡേയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. റഷ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈവൻ എക്സാം എടുത്ത് കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് വരും, അവർ ഒരു 5 ഡേയ്സിനുള്ളിൽ അവർക്ക് എക്സാം ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ക്ലാസ് കമ്മിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ റെക്കോർഡ് സെഷൻ എടുക്കാനായിരിക്കും അവിടുത്തെ പറയുക. ബിക്കോസ് ഈ ഒരു 1-to-1 ക്ലാസ്സസിനകത്ത്
12 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ഒരു 10 ഡേയ്സ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റാതായി പോകുന്നത്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടെങ്കിൽ 100% റിസൾട്ട് അതിനകത്ത് ഗ്യാരണ്ടീഡ് ആണ് എന്തായാലും. പക്ഷേ അത് നമ്മൾ പറയുന്ന ടൈമിനുള്ളിൽ നമുക്ക് പഠിപ്പിച്ച് തീർക്കാനുള്ളൊരു സാവകാശം നിങ്ങൾക്ക് കിട്ടണം, മനസ്സിലായോ? എങ്കിലും നമുക്ക് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് വിടാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഷോർട്ട് പീരീഡിലാണ് നിങ്ങൾ എക്സാം എടുത്തതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് CBT. ഒരുപാട് കുട്ടികൾക്ക് അത് അറിഞ്ഞുകൂടാതെ ഉണ്ട്. കാര്യം നിങ്ങൾ വിത്തിൻ 24 hours നിങ്ങൾ CBT എക്സാം ഡേറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഒരു കാശും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പറ്റാത്ത നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമാണ് നിങ്ങളുടെ പ്ലാൻ, എഴുതാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ MNC അക്കാഡമിയുടെ ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. അതിനകത്ത് ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ, പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ. കാര്യം വെറുതെ ഒരു ചാൻസ് എടുത്ത് കളയാനുള്ള ഒരു എക്സാം ആക്കി മാറ്റരുത്. കാര്യം ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ എത്രയും വേഗം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആക്കുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യത്തിലൂടെ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാനും സാധിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഈ 12 ദിവസത്തെ ക്ലാസ്, ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അതാത് മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ മോർ ദാൻ ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും തന്നെ ടെസ്റ്റിമോണിയൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാം. എത്രയേറെ കുട്ടികളാണ് ഓരോ ദിവസവും പാസ്സായി പോകുന്നത് CBT. ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്. ബിക്കോസ് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു ടീം, നമ്മുടെ മെൻറ്റേഴ്സ് അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർ ക്ലിയർ ആകുന്നുണ്ട്. UK തന്നെ സീനിയർ കെയറേഴ്സ് ഒരുപാട് പേര് അവരുടെ ടൈമിനനുസരിച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരത്രയും തന്നെ നമ്മുടെ MNC അക്കാഡമിയുടെ ക്ലാസ്സസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് പേര് അവരുടെ പിൻ നമ്പറിൽ വരെ എത്താനായിട്ടുള്ള ഒരു ജേർണി നമ്മുടെ MNC അക്കാഡമി അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതിലോട്ട് എത്താനും സാധിച്ചു. അവരുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അടക്കം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. തറവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വാട്ട് ആക്ഷൻ ഡസ് എ നഴ്സ് ടേക്ക് ഇഫ് ദേ ആർ അണേബിൾ ടു ഗെറ്റ് എ പ്രിസ്ക്രൈബ് ഡ്രഗ്? അതായത് ആ വാർഡ് സ്റ്റോക്കിൽ അവൈലബിൾ അല്ല ഒരു പ്രിസ്ക്രൈബ് ഡ്രഗ് ഒരു പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മോഫിൻ്റെ ഡ്രഗ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് വെക്കുക വാർഡിൽ വെച്ച്. അപ്പോൾ നഴ്സ് നോക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് സ്റ്റോക്കിൽ അത് അവൈലബിൾ അല്ല എങ്കിൽ അവരുടെ ഒരു ആക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന റൈറ്റ് ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ നോക്കുക. അപ്പോൾ റെഫർ ദ ഇഷ്യൂ ടു ദ സീനിയർ നഴ്സ് ഇൻ ചാർജ് ആസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അക്യൂട്ട് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ സീനിയർ നഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് അറിയിക്കുക. കാര്യം അവരാണ് സ്റ്റോക്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ തന്നെ ആദ്യമേ അറിയിക്കുക എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയണേ. 2, റെക്കോർഡ് ദ റീസൺ ഫോർ ദ ഒമിഷൻ ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ, ഇൻഫോം ദ പ്രിസ്ക്രൈബർ ആൻഡ് ദ സീനിയർ നഴ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒമിഷൻ്റെ റീസൺ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറയുന്നുണ്ട് പ്രിസ്ക്രിപ്ഷനകത്ത്. പ്രിസ്ക്രൈബറിനെ ഇൻഫോം ചെയ്യുക ആൻഡ് ദ സീനിയർ നഴ്സ് എസ്കലേറ്റ് ചെയ്യുക. സീനിയർ നഴ്സ് ആരാണോ അവർക്ക് എസ്കലേറ്റ് ചെയ്യുക. 3ാമത്തെ ഓപ്ഷൻ, റിംഗ് ദ ഡോക്ടർ ആൻഡ് ഇൻഫോം ദം ദാറ്റ് ദ മെഡിക്കേഷൻ ഹാസ് നോട്ട് ബീൻ ഗിവൺ ആസ് ദേ പ്രിസ്ക്രൈബ്ഡ് ദ ഡ്രഗ്. ആ ഡോക്ടറിനെ വിളിച്ച് പറയുക, നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് എന്താ അതിവിടെ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ വിളിച്ച് പറയാനാണ് പറയുന്നത്. 4ാമത്തെ ഓപ്ഷൻ, ഇൻഫോം ദ ഫാർമസിസ്റ്റ് ദാറ്റ് ദ മെഡിക്കേഷൻ ഹാസ് നോട്ട് ബീൻ ഗിവൺ ആസ് ദേ പ്രിസ്ക്രൈബ്ഡ് ദ ഡ്രഗ്. മെഡിക്കേഷൻ അവർ പ്രിസ്ക്രൈബ് ചെയ്തു, പക്ഷേ ഫാർമസിസ്റ്റിനെ വിളിച്ച് പറയുക ഈ മരുന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് പേഷ്യൻറ്റിന് വേണ്ട, അല്ലെങ്കിൽ പേഷ്യൻ്റ് അത് എടുക്കുന്നില്ല, ഇവിടെ നമുക്ക് ഡ്രഗ് അവൈലബിൾ അല്ല, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഡ്രഗ് ചാർട്ടിനകത്ത് നമ്മൾ ആ ഒരു ഒമിഷൻ്റെ കോഡ് നമ്മൾ മെൻഷൻ ചെയ്യണം. പേഷ്യൻ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ് ചാർട്ടിൽ ആ ഒരു ഒമിഷൻ്റെ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യുക. ആൻഡ് നമ്മൾ അറിയിക്കേണ്ട എന്താ, നമ്മൾ ആ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്, ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പ്രിസ്ക്രൈബറിനെയും നമ്മുടെ സീനിയർ നഴ്സിനെയും നമ്മൾ എസ്കലേറ്റ് ചെയ്യുക. കാര്യം പ്രിസ്ക്രൈബറിൻ്റെ അടുത്ത് പറയണം, കാര്യം ഈ ഒരു മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഇങ്ങനെയാണ് സംശയം. അതിനെല്ലാം മുന്നേ തന്നെ നമ്മൾ ഡ്രഗ് ചാർട്ടിൽ ആ ഒരു ഒമിഷൻ്റെ റീസൺ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്താണെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എസ്കലേഷൻസ് നമ്മൾ ആരെയൊക്കെ അറിയിക്കണം, ആ പ്രിസ്ക്രൈബറിനെ അറിയിക്കണം. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസോ കാര്യങ്ങളോ, ആ ഒരു പെയിൻ കില്ലറോ വേറെ എന്തെങ്കിലും മെഡിസിൻസോ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കത് കൊടുക്കാൻ സാധിക്കും ആ ഒരു ടൈം പീരീഡിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ നഴ്സിനെ നമ്മൾ എസ്കലേറ്റ് ചെയ്യുക. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
സീനിയർ ഇൻചാർജ് നഴ്സസിനെ നമ്മൾ അവരാണ് മാനേജ് ചെയ്യാൻ ഡ്രഗ് എന്നുള്ള കാര്യം ഒരിടത്തും തന്നെ പറയുന്നില്ല. പല ആൾക്കാർ ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ പല രീതിയിലായിരിക്കും ഡ്രഗ് മാനേജ്മെൻറ്റ് വരിക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റെക്കോർഡ് പോലും ചെയ്യാതെ സീനിയർ നഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ള കാര്യം തെറ്റാണ്. സോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഡോക്ടറിനെ റിങ് ചെയ്ത് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വെർബലി പറയുകയാണ്. അത് എന്തായാലും തെറ്റാണ്. ബിക്കോസ് ഡോക്യുമെൻറ്റേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അത് മാത്രം പോരാ, നമ്മുടെ ഒമിഷൻ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ നാലാമത് ഫാർമസിസ്റ്റിനെ അറിയിച്ച് പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബിക്കോസ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ അവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ ഓപ്ഷൻ ബി തന്നെയാണ് വരിക. എന്താ? റെക്കോർഡ് ദ റീസൺ ഫോർ ഒമിഷൻ ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ. നമ്മുടെ ആ ചാർട്ടിലോ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിലോ റെക്കോർഡ് ദ ഒമിഷൻ റീസൺ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദെൻ ആ ഒരു പ്രിസ്ക്രൈബറിനെ നമ്മൾ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ നഴ്സിനെ എസ്കലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രഗിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഡ്രഗിൻ്റെ കോഡ്സ്, കാര്യങ്ങൾ, റെലവൻ്റ് ആയിട്ടുള്ള വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ. കാര്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെനാരിയോ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ വരാറുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിയേഴ്സൺ നിന്ന് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇനി നോക്കാൻ പോകണേ. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്രഗിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങളുടെ ആൻസർ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? വെൻ എ ഡ്രഗ് എറർ ഒക്കേഴ്സ് ആൻഡ് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ അസസ്ഡ് ഫോർ എനി ഹാം, വാട്ട് ഇസ് എ നെക്സ്റ്റ് പ്രയോറിറ്റി? ചൂസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ഒരു ഡ്രഗ് എറർ ഒക്കേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൻഡ് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ അസസ്ഡ് ഫോർ എനി ഹാം. അപ്പോൾ അവിടെ ഡ്രഗ് എറർ ഉണ്ടായിട്ടുണ്ട്. ഇതിന് നമ്മൾ അസസ് ചെയ്യണം. എന്തെങ്കിലും ഹാം ഉണ്ടായോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായോ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രയോറിറ്റി? അത് കഴിഞ്ഞെങ്കിൽ, അസസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അടുത്ത പ്രയോറിറ്റി എന്താണ്? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഡ്രഗ് എററിൻ്റെ സംഭവം ഉണ്ടായി എങ്കിൽ നെക്സ്റ്റ് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഹാമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കി എങ്കിൽ അടുത്ത പ്രയോറിറ്റി എന്താണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഡ്യൂട്ടി ഓഫ് കാൻഡർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ NMCയുടെ കോഡ് ആൻഡ് കണ്ടക്റ്റിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഡ്യൂട്ടി ഓഫ് കാൻഡർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും എന്ത് ഒമിഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ആക്ഷൻസിനും ഒമിഷൻസിനും നമ്മൾ തന്നെയാണ് അക്കൗണ്ടബിളും റെസ്പോൺസിബിളും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള അപ്പോളജി നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെയും ഫാമിലിനെയും അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി ഓഫ് കാൻഡർ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് കോഡ് ആൻഡ് കണ്ടക്ട്സ് കാര്യങ്ങളെല്ലാം NMCയുടെ സ്റ്റാൻഡേർഡ്സിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു കൺട്രിയിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് ഇവിടെ സീനിയർ കെയറേഴ്സായിട്ടും അല്ലെങ്കിൽ കെയറേഴ്സായിട്ടും ഡൊമിസിലറിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളും അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളും GCCയിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളും ഒക്കെ തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്നൊരു പോരായ്മ എന്ന് പറയുന്നത് അവർ നാട്ടിലുള്ള സിസ്റ്റമായിട്ടുള്ള നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള കാര്യമായിട്ട് കമ്പയർ ചെയ്യും. ഒരിക്കലുമല്ല, അങ്ങനെയല്ല കമ്പയർ ചെയ്യേണ്ടത്. കാര്യം കംപ്ലീറ്റ്ലി ഈ ഒരു നിങ്ങൾ CBT പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? നിങ്ങൾ വെറുതെ ഒരു എക്സാം പാസ് ആവുക എന്നുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നേരെ ഓസ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും മാത്രമല്ല. ഈ ഒരു തിയറി നിങ്ങൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക്, നിങ്ങൾ വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളൊരു ഐഡിയ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓസ്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ എന്താണ് ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ ബേസ്ഡ് സിസ്റ്റം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ CBTയിലൂടെ കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തായാലും മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റം അല്ലെങ്കിൽ കോഡ് ആൻഡ് കണ്ടക്ട് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെനാരിയോ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഡ്രഗ് എറർ ഉണ്ടായി, എന്താണ് നിങ്ങൾ ചെയ്യുക? അടുത്ത പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുമോ? കണ്ടിന്യൂ ഡ്രഗ് റൗണ്ട്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ് റൗണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമോ? അതോ ഇൻഫോം ദ പേഷ്യൻ്റ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻ, പേഷ്യൻറ്റിനെ നിങ്ങൾ അറിയിക്കുമോ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ? ഇപ്പോൾ ഡ്യൂട്ടി ഓഫ് കാൻഡർ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, കണ്ടിന്യൂ ടു അഡ്മിനിസ്റ്റർ ദ നെക്സ്റ്റ് ഡോസ്. ഇത് കൊടുത്ത് പ്രശ്നം ഉണ്ടായി എന്നിട്ടും പറയാണ് ശരി അതൊന്നും വേണ്ട, നിങ്ങൾ അടുത്ത ഡ്രഗ് കൊടുത്തോ എന്ന് പറയുകയാണ്. ദെൻ കോൾ ദ പേഷ്യൻസ് ഫാമിലി, പേഷ്യൻ്റെ ഫാമിലിനെ തന്നെ അടുത്തായിട്ട് നേരെ വിളിച്ച് പറയുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാണുമ്പോൾ തന്നെ ഡ്രഗ് റൗണ്ട് എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യില്ല. ബിക്കോസ് ആ ഒരു പേഷ്യൻ്റ് ഓൾറെഡി അവിടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇൻഫോം ദ പേഷ്യൻ്റ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻ, അത് നമ്മുടെ ഡ്യൂട്ടി ഓഫ് കാൻഡർ വെച്ച് വരികയാണെങ്കിൽ ഇത് ഭയങ്കര ആപ്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനിലോട്ട് കൂടെ പോകാം. കണ്ടിന്യൂ ടു അഡ്മിനിസ്റ്റർ ദ നെക്സ്റ്റ് ഡോസ് നമ്മൾ ചെയ്യുമോ? കാര്യം ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടായി, പേഷ്യൻ്റിന് ഒരു എറർ ഉണ്ടായി എങ്കിൽ ഉടനെ തന്നെ അടുത്ത ഡോസ് കൊണ്ട് നമ്മൾ കൊടുക്കാനായിട്ടായിരിക്കും പോവുക. അപ്പോൾ എന്തായാലും അതല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്തി അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെയാണ് 2 ഓപ്ഷൻ വീണ്ടും ഭയങ്കരമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത്. എന്താ? കോൾ ദ പേഷ്യൻസ് ഫാമിലി. അപ്പോൾ ഇവിടെ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്നുള്ള കാര്യം. ഹാമിന് വേണ്ടിയിട്ട് പേഷ്യനെ നമ്മൾ അസസ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇല്ലേ?
അപ്പോൾ അവിടെയാണ് നമ്മൾ ആ മീനിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെനാരിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിന് ഹാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളവരെ അസസ് ചെയ്തു, പക്ഷേ അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിനെ അറിയിക്കുക എന്നുള്ള കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ഓഫ് കാൻഡർ. ഓക്കെ, മനസ്സിലായോ? കാൻഡർ എന്ന് വെച്ചാൽ CANDOUR എന്നാണ് എൻ്റെ സ്പെല്ലിങ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് തിങ്, പേഷ്യൻറ്റിനെ നമ്മൾ ഇൻഫോം ചെയ്യുക എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇൻഫോം ദ പേഷ്യൻ്റ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇതും വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കപ്പോഴും വരാൻ കാര്യം റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വാക്സിൻ ഇവിടെ നടക്കുന്നത് കൊണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ആൻസേഴ്സ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് മാറിപ്പോകും. അതെന്താണ് നമുക്ക് നോക്കാം. സോ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് HPV എന്ന് പറയുന്നത്. വാക്സിനേഷൻ, അതിൻ്റെ വാക്സിനേഷൻ, HPV വാക്സിനേഷൻ പ്രിവെൻറ്റ്സ് വിച്ച് ഡിസീസ്? താഴെ പറയുന്നതിൽ ഏത് ഡിസീസാണ് HPV വാക്സിൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്? അതായത് ഒന്ന് സെർവൈക്കൽ ക്യാൻസർ, നിങ്ങളുടെ ആൻസേഴ്സ് ആലോചിച്ച് നോക്കുക. സെർവൈക്കൽ ക്യാൻസർ, ബവൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ആൻഡ് ടെസ്റ്റിക്കുലർ ക്യാൻസർ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ HPV വാക്സിൻ എന്ന് പറയുന്നത്? അപ്പോൾ HPV വാക്സിൻ എന്ന് പറയുന്നത് helps protect against the human papilloma virus. It is recommended for children aged 12 to 30, people at higher risk from HPV എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ദെൻ താഴേക്ക് പോകണമെങ്കിൽ HPV വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നത് മെയിനായിട്ട്? അപ്പോൾ ദിസ് വാക്സിൻ റെഡ്യൂസസ് യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഓക്കെ, കോമൺ വൈറസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സ്കിൻ കോൺടാക്ട് യൂഷ്വലി വെൻ ഹാവിങ് സെക്സ്. ഓക്കെ, മോസ്റ്റ് ടൈപ്പ് ഓഫ് HPV, ഇവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്സ് വരുന്നത് കേട്ടോ. നമ്മുടെ ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും. മോസ്റ്റ് ടൈപ്സ് ഓഫ് HPV ആർ ഹാംലെസ്, ബട്ട് സം ടൈപ്സ് ആർ ലിങ്ക് ടു ആൻ ഇൻക്രീസ് റിസ്ക് ഓഫ് സർട്ടൻ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇൻക്ലൂഡിങ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. നമ്മുടെ കോമൺ ആൻസറിനകത്ത് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിൽ നോക്കുക. സെർവൈക്കൽ ക്യാൻസർ ഉണ്ട്, മൗത്ത് ക്യാൻസർ, ഏനൽ ക്യാൻസർ, പെനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ ആൻഡ് വജനൽ ക്യാൻസർ. ദെൻ അതുപോലെ തന്നെ HPV ക്യാൻ ഓൾസോ കോസ് ജെനൈറ്റൽ വാട്ട്സ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഏറ്റവും ടോപ്പിലോട്ട് പോവുകയാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ HPVയുടെ. ആൻഡ് മൗത്ത് ക്യാൻസറും, ഏനൽ ക്യാൻസറും, പെനിയൽ ക്യാൻസറും, വോൾവൽ ക്യാൻസറും, വജനൽ ക്യാൻസറും ഉണ്ട്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് HPV വാക്സിൻ എന്തിനെതിരെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടി. കോമൺ ആയിട്ട് വരുന്ന ക്യാൻസർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താ? ഇൻക്ലൂഡിങ് സെർവൈക്കൽ ക്യാൻസർ, മൗത്ത് ക്യാൻസർ, ഏനൽ ക്യാൻസർ, പെനൽ ക്യാൻസർ, വോൾവൽ ആൻഡ് വജനൽ ക്യാൻസർ എന്ന് പറയുന്നുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ വെച്ചിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമുക്ക്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ ബവൽ ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. നമുക്ക് ഡൗട്ട് വരുന്നത് ഒവേറിയൻ ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറുമാണ് എപ്പോഴും. പക്ഷേ ഒവേറിയൻ ക്യാൻസർ അല്ല എന്തായാലും, ആൻഡ് ടെസ്റ്റിക്കുലർ ക്യാൻസറും അല്ല എന്തായാലും. പെനൽ ക്യാൻസർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ടെസ്റ്റിക്കുലർ ക്യാൻസർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ തന്നെയാണ്. ഓക്കെ, വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു HPV വാക്സിൻ എന്തിന് പ്രിവെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ സെർവൈക്കൽ ക്യാൻസറാണ് അതിൻ്റെ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു 6 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ തിങ്, നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ അഡിക്വേറ്റ് ആയിട്ട് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് CBT എക്സാം, ഇപ്പോഴത്തെ CBT എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ല. പോയിട്ട് നിങ്ങൾക്ക് എന്താ ക്ലിനിക്കൽ പാർട്ട് നിങ്ങൾക്ക് കിട്ടാതാവുന്ന ഒരു സിറ്റുവേഷനാണ് മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. ന്യൂമറസി പാർട്ട് മാത്രമായിരിക്കും മിക്കവാറും ഉള്ള ആൾക്കാർക്ക് കിട്ടുക. കാര്യം കാൽക്കുലേഷൻസ് ചിലപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ക്ലിനിക്കൽ പാർട്ട് ഇത്രയും ടഫ് ആക്കിയത് കൊണ്ട് തന്നെ തിയറി ബേസിസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, റെഫർ ചെയ്യുക. ഒരുപാട് UK ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ജേർണൽസ്, കാര്യങ്ങളെല്ലാം റെഫർ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓത്തൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് പഠിക്കുക. ഒരുപാട് കാട് കയറി നിങ്ങൾ പഠിക്കാൻ നിന്നാൽ ഒരിടത്തും എത്താനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ CBTയുടെ ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ സപ്പോർട്ട് ഓൾവേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ റെക്കോർഡ് സെഷൻസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് റെക്കോർഡ് സെഷൻ മാത്രമായിട്ടോ അതിനോടൊപ്പം 2 ഡേയ്സിൻ്റെ ഡിസ്കഷനായിട്ടോ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ 12 ഡേയ്സിൻ്റെ 12 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അത് മോർ ദാൻ ഇനഫ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങളൊരു എക്സാം നിങ്ങൾക്ക് കിട്ടുക എന്നൊരു സേക്ക് മാത്രമല്ല, അതിനകത്ത് ഒരു പ്രോപ്പർ ഒരുപാട് നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽസും എന്താണ് ഇവിടുത്തെ ഒരു തിയറി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഒരു ഹെൽത്ത് സിസ്റ്റം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും
നിങ്ങൾ ഈ ഒരു കൺട്രിയിലോട്ട് വർക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അത് അഡിക്വേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ഓസ്കിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു സംഭവം ഇൻഫർമേഷൻ നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് നിങ്ങൾക്കത് പഠിപ്പിച്ച് തരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എൻക്വയറീസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് അസിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫിൽ ഇൻ ചെയ്യാം. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, പക്ഷേ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സബ്ജക്റ്റിൽ നിങ്ങൾ CBT ആണ് നോക്കുന്നതെങ്കിൽ CBT നിങ്ങൾ സെലക്ട് ചെയ്യുക. OET ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് CBT ആണെങ്കിൽ നിങ്ങൾ CBT സെലക്ട് ചെയ്യാം. ദെൻ ഞാൻ പറഞ്ഞ പോലെ റിക്വയർമെൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും അവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ CBT ഗ്രൂപ്പിൽ ആഡ് ആവാനാണെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CBTയുടെ റെക്കോർഡ് സെഷൻ പ്ലസ് 2 days ക്ലാസ് മാത്രം എടുക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ മാത്രം മതിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് CBT റെക്കോർഡ് സെഷൻസ് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് 12 days ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ CBT 12 days 1-to-1 ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിക് ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫർദർ അസിസ്റ്റൻസ് നമ്മുടെ അക്കാഡമിക് ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാനും സാധിക്കും. ഫർദർ ഡിലേസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എക്സാം ഡേറ്റ് എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു എക്സാം ഡേറ്റും കൂടെ ആ ഒരു റിക്വയർമെൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യാം. 4 മൊഡ്യൂൾസിന് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡൽട്ട് നഴ്സിങ്ങിനാണെങ്കിലും പീഡിയാട്രിക്കിനാണെങ്കിലും മെൻ്റൽ ഹെൽത്തിനാണെങ്കിലും മിഡ്വൈഫറിക്കാണെങ്കിലും നമ്മൾ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അഡ്മിഷൻസ് വരുന്ന സമയത്ത് 1-to-1 ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ആവും. ഓരോ വീക്ക്ലി നമുക്ക് അഡ്മിഷൻസ് വരുന്നുണ്ട് ഈ 1-to-1 ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ CBTയിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ വീഡിയോ സെഷൻസ് എപ്പിസോഡ്സ് CBTക്ക് വേണ്ടിയിട്ട് നമ്മുടെ MNC അക്കാഡമി ഈ ഒരു സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ MNCയുടെ അല്ലെങ്കിൽ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത CBTയുടെ പ്രിപ്പറേഷൻ ആണെങ്കിലും ഓസ്കിയുടെ ആണെങ്കിലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും UK ഇൻ്റർവ്യൂസ് ആണെങ്കിലും എബ്രോഡ് നഴ്സ് ജോബ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് മിസ്സായി പോകത്തില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.